നിങ്ങളൊരു യൂറോപ്പ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? ആംസ്റ്റർഡാമിലെ കനാലുകളിലൂടെ ഒരു ക്രൂയിസ് യാത്ര, അല്ലെങ്കിൽ വെനീസിലെ തിരമാലകൾക്കിടയിലൂടെയുള്ള ആഡംബര കപ്പൽ യാത്ര, ഇതൊക്കെ എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷേ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. യൂറോപ്പിലെ പ്രധാന ടൂറിസ്റ്റ് നഗരങ്ങളെല്ലാം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. അതാണ് ഓവർ ടൂറിസം. അതായത് താങ്ങാൻ കഴിയുന്നതിലും അധികം ആളുകൾ ഒഴുകിയെത്തുന്നു ഇവിടെയൊക്കെ. ഇതേ തുടർന്ന് ആംസ്റ്റർഡാം ഇപ്പോൾ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. 2035 വലിയ ക്രൂയിസ് കപ്പലുകളെ നഗരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് സഞ്ചാരികളുടെ പറുദീസയായ യൂറോപ്പ് ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? ആംസ്റ്റർഡാം മാത്രമല്ല, ബാഴ്സലോണയും വെനീസും ഒക്കെ എന്തിനാണ് ക്രൂയിസ് കപ്പലുകളെ പേടിക്കുന്നത്? കേവലം തിരക്ക് കുറയ്ക്കാൻ മാത്രമല്ല, ആ നഗരത്തിന്റെ ആത്മാവ് സംരക്ഷിക്കാനാണ് ഈ നീക്കം. നമുക്ക് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പരിശോധിക്കാം. ആദ്യം നമുക്ക് ആംസ്റ്റർഡാമിലെ കാര്യം നോക്കാം. ലോക പ്രശസ്തമായ കനാലുകളുടെ നഗരമാണല്ലോ ഇത്. അവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന പ്രധാന തീരുമാനം നിലവിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ക്രൂയിസ് ടെർമിനൽ മാറ്റുക എന്നതാണ്. ഒരു പഠനം അനുസരിച്ച് ഈ ടെർമിനൽ നഗരത്തിന് പുറത്തേക്ക് മാറ്റാൻ ഏകദേശം 85 മില്യൺ യൂറോ ചിലവ് വരും. ഇത്രയും വലിയൊരു തുക ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചിലവാക്കാൻ നഗരസഭ തയ്യാറല്ല. പകരം പരിസ്ഥിതിക്കും നഗരവാസികളുടെ സമാധാനത്തിനും മുൻഗണന നൽകാനാണ് അവരുടെ തീരുമാനം. നിലവിൽ പ്രതിവർഷം 190 ക്രൂയിസ് കപ്പലുകളാണ് ഇവിടെ വരുന്നത്. ഇത് 2026 100 കുറയ്ക്കും. 2035 ആകുമ്പോഴേക്കും വമ്പൻ കപ്പലുകൾ വന്ന് നഗരത്തെ മലിനമാക്കുന്നത് പൂർണ്ണമായും നിരോധിക്കും. പക്ഷേ ചെറിയ റിവർ ക്രൂയിസുകൾക്കും ബോട്ടുകൾക്കും അവിടെ തുടരാം. അതായത് വമ്പൻ കപ്പലുകൾ വന്ന് നഗരത്തെ മലിനമാക്കുന്നത് ഇനി അനുവദിക്കില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് ആംസ്റ്റർഡാം ഇത്രയും കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇത് വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൂൾ മാത്രമല്ല. ആംസ്റ്റർഡാമിന്റെ പൈതൃകവും പരിസ്ഥിതിയും സംരക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ്. ആംസ്റ്റർഡാമിലെ പുരാതനമായ കനാലുകൾ, അവിടുത്തെ പാലങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം ഈ ഇടുങ്ങിയ കനാലുകളിലേക്ക് എത്തുമ്പോൾ ഈ പൈതൃക വസ്തുക്കൾക്ക് വലിയ രീതിയിലുള്ള വെയർ ആൻഡ് ടയർ, നാശം സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു കൾച്ചറൽ ട്രഷറുകൾ സാവധാനം നശിച്ചു പോകുന്നു എന്ന അർത്ഥം. ക്രൂയിസ് കപ്പലുകൾ കുറയ്ക്കുന്നതിലൂടെ ഈ ആഘാതം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഒരു വലിയ കപ്പൽ വന്നാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഒരേ സമയം നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത് ട്രാഫിക് ബ്ലോക്കിനും പ്രാദേശിക ജീവിതം തടസ്സപ്പെടാനും കാരണമാകുന്നു. മറ്റൊരു പ്രധാന കാര്യം ക്ലീനർ ടെക്നോളജിയാണ്. നഗരത്തിൽ പാർക്ക് ചെയ്യുന്ന കപ്പലുകൾ വഴി പുറത്തുവിടുന്ന വിഷപ്പുകയും വലിയ തോതിലുള്ള നോയ്സ് പൊല്യൂഷനും ഒഴിവാക്കാൻ നഗരം ഇപ്പോൾ കടുത്ത നിയമങ്ങൾ കൊണ്ടുവരുന്നു. കപ്പലുകൾക്ക് കരയിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കാൻ നിർബന്ധമാക്കുന്നതിലൂടെ എമിഷൻ കുറയ്ക്കാൻ സാധിക്കും. സമാധാനവും ശുദ്ധവായുവും ആഗ്രഹിക്കുന്ന ഒരു സഞ്ചാരിക്ക് ഇത് കൂടുതൽ മികച്ച അനുഭവം നൽകും. ടൂറിസം നിയന്ത്രിക്കുന്നത് ആസ്വാദനം കുറയ്ക്കാനല്ല, മറിച്ച് അത് വർദ്ധിപ്പിക്കാനാണ് എന്ന് ആംസ്റ്റർഡാം കാണിച്ചു തരുന്നു. ഇനി ആംസ്റ്റർഡാം ഒറ്റയ്ക്കല്ല ഈ പോരാട്ടത്തിൽ. യൂറോപ്പിലെ മറ്റ് പല പ്രധാന നഗരങ്ങളും ക്രൂയിസ് കപ്പലുകൾക്ക് പൂട്ടുവീഴ്ത്തി കഴിഞ്ഞു. 2021 തന്നെ ഇറ്റലിയിലെ വെനിസ് വലിയ കപ്പലുകളെ ചരിത്രപ്രധാനമായ ലഗൂണുകളിൽ നിന്ന് നിരോധിച്ചു. കപ്പലുകൾ കാരണം കടൽക്ഷോഭവും മണ്ണൊലിപ്പും കൂടുന്നു എന്നതായിരുന്നു കാരണം. സ്പെയിനിലെ ബാഴ്സലോണയിലും കടുത്ത നിയന്ത്രണങ്ങളാണുള്ളത്. അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിന് ഒരു ക്യാപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ എപ്പോഴും കാണുന്ന ആ നീല റൂഫുള്ള വീടുകൾ ഓർമ്മയില്ലേ? ആ സാന്റോറിനി ഇപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ട് ശ്വാസം മുട്ടുകയാണ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തകരാതിരിക്കാൻ കപ്പലുകളുടെ എണ്ണം കുറയ്ക്കാൻ ഗ്രീസും തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രാൻസിലെ കാൻസ് നഗരം 2026 മുതൽ 1000-ൽ കൂടുതൽ യാത്രക്കാരുള്ള കപ്പലുകളെ നിരോധിക്കാൻ പോവുകയാണ്. നൈസ് നഗരവും ഇതേ വഴിയിലാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സഞ്ചാരികളായ നമുക്ക് തോന്നാം, ഇനി എങ്ങനെ ആംസ്റ്റർഡാം സന്ദർശിക്കുമെന്ന്. പേടിക്കേണ്ട, നിങ്ങൾ വലിയ ക്രൂയിസ് കപ്പലിലാണ് വരുന്നതെങ്കിൽ നഗരത്തിന് പുറത്തുള്ള റോട്ടർഡാം പോലുള്ള പോർട്ടുകളിൽ ഇറങ്ങേണ്ടി വരും. അവിടെ നിന്ന് ട്രെയിനിലോ ബസ്സിലോ ആംസ്റ്റർഡാമിൽ എത്താം. ചുരുക്കത്തിൽ കൂട്ടത്തോടെ വരിക, കണ്ടു മടങ്ങുക എന്ന രീതി മാറ്റി കൂടുതൽ ഉത്തരവാദിത്തമുള്ള ടൂറിസം, സസ്റ്റൈനബിൾ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനാണ് യൂറോപ്പ് ശ്രമിക്കുന്നത്. നഗരത്തിന് ഹാനികരമല്ലാത്ത ചെറിയ ബോട്ട് യാത്രകൾക്കും റിവർ ക്രൂയിസുകൾക്കും അവിടെ ഇനിയും സ്വാഗതമുണ്ട്. പ്രകൃതിയെയും പൈതൃകത്തെയും സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ലോകം കാണാൻ. യൂറോപ്പിലെ ഈ മാറ്റങ്ങൾ ഒരുപക്ഷെ തുടക്കത്തിൽ യാത്രക്കാർക്ക് അല്പം പ്രയാസമുണ്ടാക്കാം. പക്ഷേ ലോങ് റണ്ണിൽ ഈ അതിമനോഹരമായ നഗരങ്ങളെ വരും തലമുറയ്ക്ക് വേണ്ടി നിലനിർത്താൻ ഇത് സഹായിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.